ഡോർ ഡെലിവറി പറ്റൂല, ഇവിടെ വന്ന് എടുക്കണം. 5 കിലോ വെയിറ്റ് ഉണ്ട്. എന്നതാ ഒരു പിടിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ട് മദേഴ്സ് ഡേയിൽ മദറിന് ഡോട്ടർ തന്ന ഗിഫ്റ്റ്. മദർ ഒരുപാട് ആഗ്രഹിച്ച ഗിഫ്റ്റ്. മദേഴ്സ് ഡേ. അമ്മ ഇങ്ങ വാ. കൊറിയർ സർവീസിന്ന് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു, പറഞ്ഞു ഡോർ ഡെലിവറി പറ്റൂല, ഇവിടെ വന്ന് എടുക്കണം. സാധനം അവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ പറഞ്ഞു 11 മണിയോട് കൂടി അങ്ങ് വന്നേക്കാന്ന് പറഞ്ഞു. സ്കൂട്ടറെ ചെന്ന് കൊണ്ടുപോയി വെച്ചേക്കണ സാധനമാണ്. എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ട് ഹാപ്പി മദേഴ്സ് ഡേ അമ്മ. ഇല്ല, മദേഴ്സ് ഡേ വരാൻ പോടേ ഉള്ളൂ. അതെ 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 അതെ, ഈ ഞായറാഴ്ച. അതിന്റെ മുന്നോടിയായിട്ട് വന്നേക്കണ. അതെ, ഒരു പിടുത്തവും കിട്ടിയില്ല. തുറക്കാന്ന് ഓർത്ത് തുറന്നില്ല. അപ്പൊ അവള് വന്നിട്ട് തുറക്കാം, ഏതായാലും സാധനം ഇവിടെ കൊണ്ടുപോയി വെച്ചില്ല, അപ്പൊ മേശയിട്ട് കേറ്റാം. എന്നാന്ന് ഒരു പിടിപാടില്ല, നല്ല വെയിറ്റാ. 5 കിലോ വെയിറ്റ് ഉണ്ട്. എന്നതാ എനിക്ക് ഒരു പിടിപാടുമില്ല. ഞാൻ എടുത്തു വെക്കാം. സഹായിക്കണോ? വേണ്ട. ഞാൻ അപ്പൊ കൊണ്ടുപോയി ഡ്രോയിങ് അവിടെ സിറ്റ് ഔട്ടിൽ വെച്ചപ്പോ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ച. അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു മദേഴ്സ് ഡേ കഴിഞ്ഞല്ലോ, പിന്നെ എന്നാ കൊണ്ടാ, അതെനിക്ക് പിടികിട്ടില്ല. അപ്പൊ അതാണ് സംഭവം. അപ്പൊ തുറക്കാന്നാ. എങ്ങനെ തുറക്കൂന്ന് സൂക്ഷിച്ചു തുറക്കണം. ഹാൻഡിൽ വിത്ത് കെയർ ആണ്. നല്ല പാക്കിംഗ് ആട്ടോ. കത്തി വേണമായിരിക്കും. ഞാൻ കത്തി എടുത്തോണ്ട് വരാം. ഞങ്ങളിപ്പോ പുറത്തു പോയി വന്നുകൊണ്ട് ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ ഓഫീസിൽ നിന്ന് വന്ന വഴിയാണ്, ഞങ്ങളൊന്ന് പുറത്തു പോയായിരുന്നു. പോയേച്ച് വന്ന വഴി ആയതുകൊണ്ടാണ് ഡ്രസ്സ് ഇങ്ങനെ നിൽക്കണം, അല്ലാണ്ട് ഞാൻ ഇതിനു വേണ്ടി ഡ്രസ്സ് മാറിയതല്ല. അപ്പൊ എന്നാന്ന് നമുക്ക് നന്നായി ഇപ്പൊ സാരി മാറണതിന് മുമ്പ് തുറന്ന് നോക്കാം. അതെ, എന്നാന്ന് ഒരു പിടിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ചെറുതായിട്ടുണ്ട്. ഇപ്പൊ എവിടെ ഓപ്പണിങ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ നോക്കണത്. ഇച്ചിരി ബുദ്ധിമുട്ടാണത്. കേട്ടോ, അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ഊഹം കിട്ടണ്ടോ? ഇത് അങ്ങനെ ഊഹിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. കണ്ടോ വഴിയേ? ഞാൻ വിചാരിച്ച അമ്മ തുറന്നിട്ടുണ്ടാവുന്നു ഞാൻ വരുമ്പോഴേക്കും. നന്നായി ഏതായാലും. അപ്പൊ നമുക്ക് വീഡിയോയിൽ പിടിക്കായിരുന്നല്ലോ. അങ്ങനെ അങ്ങ് തുറന്നോ. അത് പാക്കേജും കൂടെ ചേർത്താട്ടോ 5 കിലോ. സാധനത്തിന് 5 കിലോ ഒന്നും ഇല്ല. അല്ല, സാധനത്തിന് 5 കിലോ ഒന്നും ഇല്ല. പാക്കേജിങ്ങിനാണ്. നല്ല പാക്കിംഗ് ആട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ അപ്പുറം നല്ല പാക്കിംഗ് ആണിത്. പൊട്ടൂല, പക്ഷെ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. വീണ്ടും നല്ല പാക്കേജിങ് ആണല്ലോ അകത്ത്. അവര് പാക്ക് ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേത് ആദ്യം എടുത്തോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അമ്മ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധന. അകത്തോ ഇത്രയും പാക്കിംഗ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് തുറന്നു കഴിയുമ്പോഴേ മനസ്സിലാവും. ഇനിയാണ് കാണാൻ പോണത്. എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധന. തുറന്നു കഴിയുമ്പോ പറയാം. അത് സാധാരണ അങ്ങ് കീറി അങ്ങ് പൊളിച്ചോ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട. അങ്ങനെ നിലത്തൊന്നും വീണ പൊട്ടണ സാധനം അല്ല അത്. നിലത്തിന് ചിലപ്പോ എന്തെങ്കിലും അപകടം പറ്റും ഇത് വീണ് കഴിഞ്ഞാ. അത്രേ ഉള്ളൂ.
ഇത് പാക്ക് ചെയ്യാൻ അവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഏകദേശം പിടികിട്ടി കാണും. ഇല്ല, ഒന്നും പിടിയിട്ടിട്ടില്ല. ഇല്ലേ? പ്രതീക്ഷയില്ലാത്ത സാധനമാണ്, എനിക്ക് അറിയില്ല. അത്യാവശ്യം വിലയുണ്ട്. അതുകൊണ്ടൊന്നും അറിയില്ല. ക്ഷമ കെട്ടു. അമ്മയുടെ ഈ തുറന്ന് ക്ഷമ കേട്ടിട്ടുണ്ട്. തുറക്കലൊക്കെ ഈസിയല്ല, ഭയങ്കര വെൽ പാക്കിങ്. ചെറുതായിട്ട് പൊട്ടലെന്ന് പറഞ്ഞപ്പോ ചോദിക്കട്ടെ, അതാണോ കളിച്ചിട്ട്? അത് തന്നെ. ഇത് കണ്ടപ്പോ സംശയം തോന്നി. പിന്നെ പൊട്ടല് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അതെ 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 അതെ. നമുക്കതില് മോര് കൂട്ടാൻ വെച്ചത് മയക്കി എടുക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണൊക്കെ നോക്കാം. അതിലുണ്ടാവുന്നാ പറഞ്ഞേ, എങ്ങനെയാണ് മയക്കണ്ടേന്നുള്ളത്. നല്ല വിലയുണ്ടാവും. വിലയുണ്ട്. നല്ല സാധനം. അടപ്പായിരിക്കും. അതെ അതെ അതെ. അടപ്പില്ലാത്തതും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് മേടിച്ചപ്പോ ഇതിന്റെ പർപ്പസ് നടക്കണമെങ്കിൽ ഇതിന്റെ അടപ്പും കൂടെ വേണം. അതുകൊണ്ട് ഞാൻ അടപ്പും കൂടെ ഉള്ളതാ മേടിച്ചത്. നല്ല സാധനം. ഇഷ്ടപ്പെട്ടോ? നല്ല സാധനം. 3000 രൂപയായി. 2900. അടിപൊളി സെറ്റപ്പാ. ഇഷ്ടായോ? സാധനം. നമുക്ക് കറികളുണ്ടാക്കാം. അതെ. കളിച്ചിട്ട് നമ്മള് വൈക്കത്ത് വീണാക്കാപ്പി പറഞ്ഞ ക്ഷേത്രത്തിന്റെ വടക്കേ പോയി നോക്കാനൊക്കെ ഒരു ദിവസം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പോവാൻ പറ്റിയില്ല. പിന്നെ പലരും ഇങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഞാനങ്ങനെ അമാന്തിച്ചു അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് പ്രതീക്ഷിച്ചിട്ടായിരുന്നു. പൊട്ടണ സാധനം എന്ന് പറയുമ്പോൾ എനിക്കൊരു പിടിയില്ലായിരുന്നു. പൊട്ടണത് മേടിക്കുന്നത് പാത്രങ്ങളും ബൗളുകളും ആണെങ്കിൽ ഉപയോഗിക്കാത്ത തന്നെ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അത് സെറ്റുകളായിട്ട് മേടിക്കേണ്ട കാര്യമില്ല. എനിക്കൊരു പിടിയില്ലായിരുന്നു എന്നതാണ്. അപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് മനോഹരമായ ഗിഫ്റ്റ്. മദേഴ്സ് ഡേയിൽ മദറിന് ഡോട്ടർ തന്ന ഗിഫ്റ്റ്. മദർ ഒരുപാട് ആഗ്രഹിച്ച ഗിഫ്റ്റ്. കൽച്ചട്ടി 2900 രൂപീസ്. അതെ 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 അതെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല വെയിറ്റ് ആവേ, കൈ ഒടിഞ്ഞു പോകും. 3 ലിറ്റർ ഉണ്ട്. 3 ലിറ്റർ അല്ലേ? നല്ല ഷേപ്പുവാ. ഇതിന്റെ കവറുകൾ വിധമൊക്കെ ഉണ്ട്. മയക്കണ വിധമൊക്കെ ആയി. അതെ അതെ. ബില്ലും ഉണ്ട്. ഘട്ടം ഘട്ടമായി മയക്കുന്ന രീതി ബില്ലിലെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കത് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പോ ഹാപ്പി മദേഴ്സ് ഡേ. കൽച്ചട്ടിയിൽ ആദ്യമായി അമ്മ പാചകം ചെയ്യാൻ പോകുന്നത് എന്താണ്? മിക്കവാറും മോരുകറിയായിരിക്കും. അറിയില്ല, മാമ്പഴക്കറി വെക്കാം. നോക്കാം എന്തായാലും. കൽച്ചട്ടിയിൽ ഉപയോഗിക്കുന്ന കയ്യിലുകളൊക്കെ ഉണ്ടോ കയ്യില്? അത് മതി അല്ലേ? അതെ 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 അതെ. അപ്പ വാങ്ങിയ കൂജ അവിടെ ഇരിക്കുന്നു. മൺകൂജ. അതെ. ഫ്രിഡ്ജില് വെള്ളം കുടിക്കല്ലേ, ഇത് കുടിക്കണോന്ന് ചേച്ചി. എനിക്കില്ലേ ഭയങ്കര ദാഹം. 2 മഴ കിട്ടി, അതുകൊണ്ടൊരു ശമനമായി കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് കുടിക്കണം. കൊള്ളൂലെന്ന് ശരിക്കും അറിയാം, വയറിന് കേടാണ്. അത് കുടിച്ചാൽ ദാഹം കുറയുമായിരുന്നോളും. പൂജ ഇവിടെ ഇരിപ്പുണ്ട്, അതിലെ കുടിച്ചാൽ എനിക്ക് പോരാ. പിന്നെ മാങ്ങാത്തളിയിലെ ലിലി ചേച്ചി അതുപോലെ എഴുതിയിട്ടുണ്ട്, ബെസ്റ്റാണ് ചെമ്മീനും മാങ്ങാത്തളിയും കൂടെ കറി വെക്കും. പിന്നെ ഇച്ചിരി വാടി കഴിയുമ്പോ തിന്നാൻ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആണ്. ആ പുളിപ്പായിരിക്കുന്നത്. കളിച്ചട്ടിയാ. അപ്പൊ ഇത് കണ്ടോ ഈ സമ്മാനം? മദേഴ്സ് ഡേ. അമ്മ ഇങ്ങ വാ. അമ്മ കൊറേ നാളായിട്ട് പറയായിരുന്നു ഒരു കൽച്ചട്ടി വേണോന്ന്. കൽച്ചട്ടിയില് കുക്ക് ചെയ്യുന്നതിന് എങ്ങനെ മയക്കണം എന്നുള്ള രീതിയൊക്കെ. ആയിരിക്കാം, എനിക്കറിയില്ല. എന്നെ കളിപ്പിച്ചില്ല അമ്മ കൊത്തിയെടുക്കുന്നു. അമ്മ കൊത്താൻ കഴിവില്ലാന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അമ്മ ഇതിൽ പാചകം ചെയ്യും. അത് നിങ്ങളെ കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയില്ലേ? ഇത് ഭയങ്കര ഹെൽത്തിയാന്നാ പറയണേ ഇതില് കുക്ക് ചെയ്യണത്.
ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി പാടാ. അപ്പൊ ചൂട് റീറ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാന്നാ പറയണേ. എന്തായാലും ഒന്ന് നോക്കാം, പരീക്ഷ നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അപ്പൊ അവര് പറഞ്ഞ ഗ്യാസ് ശരിക്കും സേവിങ്സ് പോലെയാ വരിക എന്നാ പറഞ്ഞേ. നമ്മള് സിമ്മിലിട്ടാ മതിയെന്നത് എപ്പോഴും. അപ്പൊ ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യം വരില്ല എന്നാ പറയണേ. അതെ 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 അതെ. അപ്പൊ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. അതെ, എല്ലാ വിവരങ്ങളും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നതാണ്. നമ്മൾ തൃശ്ശൂരുള്ള ഇൻഡോ യൂറോ മിനി മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞാനിത് ഓൺലൈനായാ മേടിച്ചത്. പക്ഷെ നേരിട്ട് പോയി മേടിക്കുവാണെങ്കിൽ ഒരുപാട് സെലക്ഷൻസ് അവിടെ കാണാൻ പറ്റും നേരിട്ട് നമുക്ക്. ഇത് 3 ലിറ്റർ. അപ്പക്ക് സ്റ്റാറ്റസ് ഇടാനാ. പണ്ടത്തെ ആ ട്രഡീഷണൽ ഓർമ്മ വരണല്ലേ. സീസണൊക്കെ ചെയ്യാനുണ്ട്. എടുക്കാം. അമ്മയുടെ ഒന്ന് ചോദിക്കട്ടെ, അമ്മക്ക് ഇഷ്ടപ്പെട്ടോ ഈ സമ്മാനം? അമ്മ പ്രതീക്ഷിച്ചതാണോ? ഒരു പിടിയില്ലായിരുന്നു, 5 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞു. ഒരു പിടിയും കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ തുറന്നപ്പോഴാണ് അറിഞ്ഞത്. അതെ, അമ്മ എല്ലാവർക്കും ഇവിടെ ചക്ക വെച്ചതും മീൻചാറുമാണ്. കാളാഞ്ചിയാണോ? കിട്ടിയോ? ഓ, എത്രയാ റേറ്റ് എന്ന് ചോദിച്ചാരാ? ഞാൻ ചോദിച്ചില്ല റേറ്റ്. 420 അവിടെ ഒരേ ഇരിപ്പുണ്ടായിരുന്നു ഒരു ദിവസം ചെന്നപ്പോ. കഴിക്കാം. അപ്പൊ മദേഴ്സ് ഡേ നമുക്ക് ചക്ക വെച്ചതും മീനും കൂട്ടി കഴിച്ച് ആഘോഷിക്കാം. അതൊക്കെ എടുത്തു. ദേ ഇരിക്കുന്നു വില്ലനാവൻ. അപ്പൊ 2 ട്രഡീഷണൽ ഐറ്റംസ് ആണ് നമ്മുടെ വീട്ടിൽ ഇന്ന്. അതെ 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 ഉള്ളത്. അവരുടെ ഷോപ്പിൽ നേരിട്ട് പോയ ഒത്തിരി സെലക്ഷൻ ഞാൻ വീഡിയോയിൽ കണ്ടതാട്ടോ. ഞാനൊരു വീഡിയോയില് ഏതാ ആണോ? ഓ അത് ശരി. അവിടെ കുറെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ ഉണ്ടെന്ന് തോന്നുന്നു, ആൾക്കാര് ഉണ്ടാക്കി കൊടുക്കുന്ന. അതാണ്. അപ്പൊ ഞാനും ഇത് കഴിക്കട്ടെ, അമ്മയും ഇപ്പൊ കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിക്കുക. അമ്മ സന്തോഷവതിയായി എന്ന് വിചാരിക്കുന്നു. അപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്ത് വേണേലും ചെയ്യാം. സ്റ്റൂ വെക്കാം, മീൻകറി വെക്കാം, മാമ്പഴ പുളിശ്ശേരി വെക്കാം. ഉദ്ഘാടനം. അതെ അതെ അതെ. നമ്മൾ സമയം എടുത്ത് പാചകം ചെയ്യുന്ന സാധനങ്ങൾക്ക് നമുക്ക് എടുക്കാം. പെട്ടെന്ന് ചെയ്യുമ്പോ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. അതെ, അല്ലേലും നമ്മൾ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യണ സമയങ്ങളിൽ നമുക്ക് അല്ലേലും ഇത് പറ്റൂല. ഇത് സമയം എടുത്ത് ചെയ്യണ സമയത്തൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് 2 ചക്കയാ അരിഞ്ഞു വെച്ചിരുന്നത്. കഴിഞ്ഞ വർഷത്തെ തീർന്നു. അത് കുറച്ചുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്ലാവയിൽ ഇട്ട ഒരു ചക്കയുടെ പകുതി കഴിപ്പിക്കാനില്ല പുളിച്ചക്ക. അങ്ങനെ ഞങ്ങൾ ചക്ക വെച്ചത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുവാണ്. ഇപ്പുറത്ത് ഇതേ കാണുന്നത് നമ്മുടെ കൽച്ചട്ടിയുടെ സൈഡാട്ടോ. വെപ്പാണ് അമ്മ ഒന്ന് വെച്ചേക്കണേ. കൊള്ളാം. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ. എല്ലാവരും എൻജോയ് ചെയ്യാം, അടിപൊളിയാക്കുക. അപ്പൊ നല്ല രുചിയുണ്ട് ചക്ക വെച്ചത് കേട്ടോ. ഇവിടത്തെ കൂഴച്ചക്കയുടെ പകുതിയും കൂടെ എടുത്താ വെരി ടേസ്റ്റി. കുരുന്നുള്ള കൂഴച്ചക്ക ഇല്ലാതെ കഴിപ്പിക്കാൻ ഇട്ടതായിരുന്നു.
അപ്പൊ മറ്റതൊട്ടും ഇരിപ്പില്ലായിരുന്നു, കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങളുടെ ചേർത്തങ്ങ് എടുക്കുക. കൽച്ചട്ടിയെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. ഞാനൊക്കെ ജനിക്കുന്ന കാലത്തിന് മുന്നേ തൊട്ട് പണ്ടൊക്കെ വീടുകളിൽ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കുക്കിങ്ങിനായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നത് ഇത്തരത്തിലുള്ള കൽച്ചട്ടികളുടെ വ്യത്യസ്തമായ പാത്രങ്ങളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞു തന്നതാട്ടോ. പിന്നെ പിന്നെ ആയപ്പോൾ ഇതിൻ്റെ ഉപയോഗക്രമമൊക്കെ കുറഞ്ഞു വന്നു. കാരണം ഇതിന് കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെയാകും കാരണമെന്ന് വിചാരിക്കുന്നു. കാരണം എടുത്ത് പൊക്കാനൊക്കെ ഡെയിലി യൂസിന് നമുക്ക് ഈസി ഹാൻഡ്ലിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. പക്ഷേ എങ്കിൽ പോലും കൽച്ചട്ടി ഇപ്പോഴും പല വീടുകളിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് ഈ ഇടയ്ക്കാണ് കേട്ടോ മനസ്സിലായത്. അമ്മയും സ്ഥിരം പറയും ഇതുപോലൊരു ചട്ടി വേണം എന്ന്. അപ്പം ഞാൻ അത്ര അങ്ങ് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായി അത് ഒരുപാട് ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അവർക്ക് കിട്ടിയിട്ടുള്ളതും അവരുടെ പഴയ തലമുറകളിൽ നിന്ന് കൈമാറ്റം വന്ന് കിട്ടിയിട്ടുള്ളതാണെന്നും ആണ് എനിക്കത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ചട്ടി വാങ്ങിയപ്പോൾ കിട്ടിയ കാറ്റലോഗിലും ഒരു പ്രത്യേക കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, പ്രകൃതിദത്തമായ കല്ലിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഈ ചട്ടി സൂക്ഷിച്ചുപയോഗിച്ചാൽ അത് വരും തലമുറയ്ക്ക് കൈമാറാൻ വരെ ഉപകരിക്കുന്ന പ്രകൃതിദത്തമായ ഒരു അമൂല്യ വരദാനമാണെന്നും ആയിരുന്നു അതിലെ ഉള്ളടക്കമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ നോക്കിയിരുന്നില്ല. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു എന്തൊക്കെയാണ് ഈ കൽച്ചട്ടിയിൽ പാചകം ചെയ്താലുള്ള ഗുണഗണങ്ങളെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, ഈ മഗ്നീഷ്യം ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കല്ലാണിതെന്നും കൽച്ചട്ടിയിൽ പാചകം ചെയ്യുന്നത് വളരെ ആരോഗ്യപ്രദമാണെന്നൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ പാചകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും കൂടുതൽ നേരം ചൂട് റീറ്റെയിൻ ചെയ്യാൻ സഹായിക്കുമെന്നും അതിൻ്റെ ഒറിജിനൽ ഫ്ലേവറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നും പറയുന്നത് കേട്ടുകേൾവിയാണേ. പിന്നെ ഞാൻ കുറച്ചൊക്കെ സെർച്ച് ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എനിക്ക് കിട്ടിയ അറിവുകളാണ്. അതുകൊണ്ട് ഫുഡ് രണ്ടാമത് ചൂടാക്കേണ്ടതായിട്ട് വരാറില്ലത്രേ. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം കുറേ നേരം ഇതിനകത്ത് ഹീറ്റ് റീറ്റെയിൻ ചെയ്യുന്നതാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കൂടുതൽ അനുഭവ സമ്പത്തുള്ളവർ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ അല്ലേ. അങ്ങനെ അമ്മയുടെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ കൽച്ചട്ടി ഒരെണ്ണം സ്വന്തമായിട്ട് വേണം എന്നുള്ളത്. അത് വാങ്ങാനായിട്ടും ഗിഫ്റ്റ് ചെയ്യാനായിട്ടും ഇതിലും നല്ലൊരു ഒക്കേഷൻ വേറെ ഇല്ലയെന്ന് എനിക്കും തോന്നി. ഇനി കൽച്ചട്ടി പാചകം എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്കിനി വരും വീഡിയോയിൽ കാണാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇത് സീസൺ ചെയ്യാനുണ്ട്. അതും ഒരു ലോങ് പ്രോസസ്സാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മദേഴ്സ് ഡേ ആൻഡ് നഴ്സസ് ഡേ ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, സീ യു, നാളെ കാണാം. ഞാൻ വീണ്ടും കയ്പൻ പാവയ്ക്ക മേടിച്ചിട്ടുണ്ട് കേട്ടോ. മാംഗോ ഉണ്ടല്ലോ, 2 ഉള്ളൂ. ഇതെന്ത് മാങ്ങയാന്നറിയോ? സിന്ദൂരം. നല്ലതാട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം മേടിച്ചതല്ലേ, ഇവിടെ വെച്ചേക്കാം, എടുത്തു വെച്ചേക്കാം, അല്ലെങ്കിൽ എടുത്തു വെച്ചേരെ. നല്ല മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഞാലിപ്പൂവൻ എത്ര ഉള്ളൂ ഒന്ന് സാധനം. ബ്രെഡ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, അപ്പയുടെ ഫേവറേറ്റ്.